Hi friends, welcome to Happy Life TV. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടി ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ വീടിനാണ്. ഭർത്താവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ സ്വന്തം വീട് എന്ന രീതിയിൽ ആ കുട്ടി പരിഗണിക്കേണ്ടത് ഈ വീടാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്വന്തം വീട്ടിലുള്ള ഒരു കുറ്റി പറിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭർത്താവിന്റെ വീട്ടിലെത്തി ആ കുടുംബത്തിന്റെ ഭാഗമായി, ആ നാടിന്റെ ഭാഗമായിട്ട് മാറുവാൻ പെൺകുട്ടിക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിലുള്ള നെഗറ്റീവായ എന്തെങ്കിലും അനുഭവങ്ങൾ, ചെറിയ ചെറിയ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഒരിക്കലും സ്വന്തം വീട്ടില് മാതാവിനോടോ പിതാവിനോടോ വിളിച്ച് പറയാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ മകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയുള്ള ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഈ വീടുമായിട്ട് അറ്റാച്ച്ഡായി അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒരു പക്ഷെ അതിന്റെ അവസാന റിസൾട്ടായ ഡൈവോഴ്സിലേക്ക് വരെ എത്താവുന്ന ഓവർ അറ്റാച്ച്മെന്റ് എന്ന ഒരു പ്രശ്നത്തിലേക്ക് അത് പോകും. അപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി സ്വന്തം വീടിന് 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഭർത്താവിന്റെ വീടിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയാണ് വേണ്ടത്. പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം മാതാവിനെയോ പിതാവിനോടുള്ള സ്നേഹം കുറക്കണമെന്നോ ഒന്നുമല്ല. പക്ഷേ ആ വീടിന്റെ ഭാഗമായി പൂർണ്ണമായും ഈ പെൺകുട്ടി മാറിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഭാവിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം വീടുമായി അവിടെയുള്ള ഓരോ പ്രശ്നങ്ങളും വിളിച്ചു പറഞ്ഞ് അതിന് മാതാവ് അല്ലെങ്കിൽ പിതാവ് നീ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ ഒന്ന് സൊല്യൂഷനും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വീണ്ടും ഈ വീടിന്റെ തന്നെ ഭാഗമായി ഒട്ടി നിന്ന് കഴിഞ്ഞാൽ അത് പല പ്രശ്നത്തിലേക്കും പോകും. ഒരു തവണ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന, നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരു ലേഡി, 32-31 വയസ്സായ ഒരു ലേഡി, ആ ലേഡി മാനസികമായി എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞത് മുതൽ 19-20 വയസ്സിൽ കല്യാണം കഴിഞ്ഞത് മുതൽ ഭർത്താവിന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അത് സ്വന്തം മാതാവിന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഒരു ദിവസം 10-15 തവണ സ്വന്തം മാതാവിനെ വിളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട്, ഇവിടെ മഴ പെയ്തില്ല, ഇവിടെ വെള്ളമില്ല, എനിക്ക് ഒരുപാട് പണിയാണ്, അങ്ങനെയാണ്, പ്രശ്നമാണ്. ഈ മാതാവാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്തോ, നീ അങ്ങനെയൊന്നും പണിയെടുക്കണ്ട, ജോലി അത്രയൊന്നും എടുക്കാൻ നിൽക്കണ്ട, നമ്മുടെ കുടുംബമൊക്കെ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് അത് കൂട്ടിക്കൊടുക്കാനും നിന്നു. അത് ആ ഒരു ഫീലിംഗ് കൂട്ടിക്കൊടുക്കുകയും കൂടെ ചെയ്ത സമയത്ത് ആ പെൺകുട്ടി വീണ്ടും 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 ഭർത്താവിന്റെ വീടുമായി മാനസികമായി അകന്നു പോവുകയും ഘട്ടം ഘട്ടമായിട്ട് അവസാനം ആ പെൺകുട്ടി സ്വന്തം വീടിന്റെ തന്നെ ഭാഗമായി ഇരുന്ന് അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഒരു വിമർശനാത്മകമായ ഒരു മാനസിക സ്ഥിതിയോടുകൂടെ മാത്രം അവിടെ ജീവിച്ച് അവസാനം ഈ പെൺകുട്ടിയുടെ മാതാവ് മരിച്ചു. മാതാവ് മരിച്ചതിന് ശേഷം ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ആരുമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടായത്. കാരണം ഇന്നുവരെ വിളിച്ചു പറഞ്ഞിരുന്ന 10-12 വർഷക്കാലം ഇത് കേൾക്കാൻ മാതാവ് ഉണ്ടായിരുന്നു. മാതാവ് മരിച്ചതിന് ശേഷം അത് കേൾക്കാൻ ഒരാളില്ല. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് വല്ലാത്ത വിഷമം വന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതൊരിക്കലും പോകാൻ പാടില്ല. ഞാൻ ഓർക്കുന്ന മറ്റൊരു കേസ് തെക്കൻ കേരളത്തിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യമാണത്. കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി, നഴ്സാണ് മകള്, ഒരേ ഒരു കൊച്ചാണത് ആ പിതാവിന്റെ. അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിഞ്ഞതിന്റെ നേരെ പിറ്റേന്ന് മകളെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് പാലും മുട്ടയുമായിട്ട് ചെല്ലുന്നു. പുഴുങ്ങിയ മുട്ടയും പാലും കൊണ്ടു ചെന്നിട്ട് ഈ പിതാവ് പറയുന്നു, എന്റെ മോൾക്ക് ഞാനിത് കൊടുത്താലേ അവൾക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ, ഞാനെന്നും ഇത് കൊടുക്കാറുണ്ട്, അവൾ കാത്തിരിക്കും എന്നും പറഞ്ഞിട്ട് ഇതും കൊണ്ട് കെട്ടിച്ച് വീട്ടിൽ ചെന്നു. അങ്ങനെ ഇത് പലതവണ ആവർത്തിച്ച സമയത്ത് ആ പെൺകുട്ടി അവസാനം ഡൈവോഴ്സിലേക്ക് പോകുമ്പോഴാണ്, ആ ഒരു പ്രശ്നം ഡൈവോഴ്സിലേക്ക് പോകുമ്പോഴാണ് കൗൺസിലിങ്ങിന് വേണ്ടി എത്തുന്നത്. അപ്പൊ മനസ്സിലാക്കുക, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ ഭാഗത്ത് ഇങ്ങോട്ടാണെങ്കിലും മകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണെങ്കിലും 2 തരത്തിലുള്ള ഓവർ അറ്റാച്ച്മെന്റും ദാമ്പത്യ ജീവിതത്തിൽ വലിയ അപകടം സൃഷ്ടിക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പിതാവിനോടും മാതാവിനോടും കുടുംബക്കാരോടും ഒക്കെ ഉള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് കുറ്റി പറിച്ച് ഭർത്താവിന്റെ പോയി ആ കുറ്റി വീട്ടിൽ പോയി അവിടെ ആ കുടുംബത്തിൽ ചെന്ന് ആ കുറ്റി അവിടെ അടിച്ച് ഇനി മുതൽ ആ വീടിന്റെ ഭാഗമായി അവിടുത്തെ അഡ്രസ്സിലാണ് കുഞ്ഞുങ്ങൾ പോലും അറിയാൻ പോകുന്നത്. ആ ഒരു തരത്തിലേക്ക് മാനസികമായ ഒരു മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ
ഓവർ അറ്റാച്ച്മെന്റോടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. ഓവർ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us. ഹാപ്പി ലൈഫ് TV.